ഇന്ന് സ്വീകരിച്ചത് നാളെ നിങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിച്ച് സ്വീകരിക്കുന്നത് അപ്പമാണോ ഈശോയാണോ? ഈശോയോട് നിങ്ങൾ മറ്റൊരു അടയാളത്തിന് വേണ്ടി ചോദിക്കരുത്. ചെന്ന് പറയുന്ന നിങ്ങളുടെ ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കണം. തലച്ചോറിലേക്കല്ല, ഓർമ്മകളിലേക്കല്ല, ഒരറിവിലേക്കല്ല. ഇത് വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് ഇനി ഒരു അടയാളം പോലും ചോദിക്കാനില്ലാതെ എന്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ ഇത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. ഈശോ നിങ്ങളുടെ കൂടെയുണ്ടെന്ന്, ദൈവം അകലെയല്ലെന്ന്, നിന്നെ രക്ഷിച്ചു, പേര് ചൊല്ലി വിളിച്ചു, പേടിക്കേണ്ട ഞാൻ കൂടെയുണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് വിശുദ്ധ കുർബാന. അതിനേക്കാൾ വലിയ ഒരു അടയാളം ഇനി ഈശോയ്ക്ക് നമുക്ക് തരാനില്ല. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കത് ഇഷ്ടമാണോ? നമുക്ക് ഒത്തിരി പ്രാർത്ഥനകൾ, ഒത്തിരി നൊവേനകൾ, ഒത്തിരി ആചാരങ്ങൾ, ഒത്തിരി അനുഷ്ഠാനങ്ങൾ എല്ലാം ഉള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുക. അതിനൊക്കെ പിന്നാലെ നമ്മൾ ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നത്. ഏറ്റവും വലിയ ആരാധന, ഈശോയുടെ ഏറ്റവും വലിയ ജീവനുള്ള സാന്നിധ്യമായ വിശുദ്ധ കുർബാനയെ ബൈപ്പാസ് ചെയ്ത് കളയാനാണ് ഈ കാലഘട്ടത്തിൽ തിന്മ നമ്മുടെ മുമ്പിൽ കൊണ്ടുവെക്കുന്ന ഏറ്റവും വലിയ പ്രലോഭനം. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. സ്വരങ്ങളെ, അപകടം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനത്തെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ദൂതായി ഏറ്റെടുത്തേ. നിങ്ങൾ വരുന്ന ദേവാലയം, നിങ്ങൾ അടുത്തുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ, നിങ്ങൾ പോകുന്ന ധ്യാന കേന്ദ്രങ്ങൾ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ, അവിടെ എല്ലാം വിശുദ്ധ കുർബാന നടക്കുന്നു. നൊവേന, മറ്റ് പ്രാർത്ഥനകള്, മറ്റ് നിയോഗങ്ങള്, മറ്റ് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നേർച്ചകൾ എല്ലാം നടക്കുന്നു. എല്ലാ കാര്യത്തിനും പ്രാധാന്യം കൊടുക്കുകയും എന്നാൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനത്തിന്റെ മുമ്പിലേക്ക് ഇനി അഗ്നി വെറുതെ ആയിരിക്കൽ ഇറങ്ങുന്നത്. അത് പൊള്ളിച്ചു കളയും. സൗഖ്യപ്പെടുത്തുന്ന, ചൂട് പിടിപ്പിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ഒരു അഗ്നിയല്ല, പൊള്ളിക്കുന്ന ഒരു അഗ്നിയായിട്ട് കർത്താവ് ഇറങ്ങും. ഇനിയും അടയാളം ചോദിച്ചിട്ട് നടക്കരുത്. ഇത്ര വലിയൊരു അടയാളം കാണിച്ചിട്ടും ആ വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ മറ്റ് കാര്യങ്ങൾക്ക് അതിന് ഭക്തിയുടെ മേമ്പൊടി ഉണ്ടാകാം. ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ആരാധനയുടെയും ഒരു മുഖംമൂടി ഉണ്ടാകാം. തെറ്റിദ്ധരിച്ചാലും അതിന്റെ നല്ല ധാരണ എടുക്കുക. വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ടേ ഉള്ളൂ തിരുസഭയ്ക്കും തിരുസഭയുടെ മക്കൾക്കും ഈശോയുടെ കുഞ്ഞുങ്ങൾക്കും മറ്റേതൊരു പ്രാർത്ഥന രീതിയും. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു പ്രാർത്ഥന രീതി അച്ഛൻ പോലും നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചാൽ ഞാൻ നിങ്ങളോട് പറയണം, ഒരു 10 ദിവസം അടുപ്പിച്ച് അച്ഛൻ പറയുന്ന ഈ പ്രാർത്ഥന നിങ്ങൾ ചെല്ല്. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്ക്. ഒരു കുഴപ്പമില്ല. പറഞ്ഞൊരു വൈദികനാണ്, നല്ലൊരു സമയമാണ് 3 മണി. പറഞ്ഞതൊരു വൈദികനാണ്, പറഞ്ഞത് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന എഴുതി ഉണ്ടാക്കി. അത് 10 ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നടക്കും. 3 മണിക്ക് 2:55 ഇല്ലെങ്കിൽ 2:30 നിങ്ങൾ എഴുന്നേറ്റ് വൃത്തിയായി 3 മണിക്ക് കൃത്യം അച്ഛൻ പറഞ്ഞ പ്രാർത്ഥന ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി 10 ദിവസം കൃത്യമായിട്ട് ചെല്ലാൻ നമുക്ക് മടിയില്ല. നമ്മൾ ചാടി എഴുന്നേക്കും. എന്നാൽ നമ്മുടെ ഇടവക ദേവാലയത്തിൽ 7 മണിക്ക് അർപ്പിക്കുന്ന ഒരു പരിശുദ്ധ ബലിക്ക് പോകാൻ നമുക്ക് പറ്റുന്നില്ല, ചെല്ലുന്നില്ല. ചെന്നാലും താമസിച്ചാണ് ചെല്ലുന്നെങ്കിൽ there is something wrong with your spirituality. നിങ്ങളുടെ ആ ക്രിസ്തു മതത്തിന് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. അച്ഛൻ പറയുന്നത് കാലത്തിന്റെ വായനകളോട് ചേർത്ത് മനസ്സിലാക്കുക. നമ്മൾ വിചാരിക്കും അതും പ്രാർത്ഥനയാണ്, അതും പ്രാർത്ഥിക്കുന്നില്ലേ, അതും ആരാധനയല്ലേ. സഭയ്ക്ക് മറ്റ് ഒരു ആരാധനയും വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ടേ ഉള്ളൂ. സഭയുടെ മക്കള്, സഭയോട് ചേർന്ന് നിൽക്കുന്നവര്, വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവര്, ഈശോയെ ഏകരക്ഷകനും നാഥനുമായിട്ട് ഏറ്റു പറയുന്നവര് ഇത് അംഗീകരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തിരുസഭയ്ക്ക് ഏതൊരു പ്രാർത്ഥനയും വിശുദ്ധ കുർബാന എന്ന ഏറ്റവും വലിയ ആരാധനയ്ക്ക് ശേഷം മാത്രമേ ഉള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ തന്നെ ഒരു വ്യക്തിപരമായ ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുക്കണം. നിങ്ങളുടെ ഇടവകയോ, നിങ്ങളുടെ പള്ളിയോ, നിങ്ങളുടെ അടുത്തുള്ള തീർത്ഥാടന കേന്ദ്രമോ, നിങ്ങളുടെ അടുത്തുള്ള ധ്യാന കേന്ദ്രമോ അറിയപ്പെടുന്നത് ചിലപ്പോ അവിടെ പ്രത്യേകമായ ഒരു പ്രാർത്ഥന, പ്രത്യേകമായ ഒരു അനുഷ്ഠാനം, പ്രത്യേകമായ ഒരു ആചാരം, പ്രത്യേകമായ ഒരു പ്രാർത്ഥന രീതി, ഇതിന്റെ ഒക്കെ പേരിലായിരിക്കും. അതിന്റെ പേരിൽ ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ അവിടെ നടന്നിട്ടുണ്ടാകാം. പക്ഷെ അതിന് നിങ്ങൾ പോവുകയും, എന്നാൽ അച്ഛൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? പോവണ്ടെന്നാണോ അച്ഛൻ പറഞ്ഞേ? പോവരുതേ എന്നാണോ പറഞ്ഞേ? പോയാൽ നിങ്ങൾ കത്തിപ്പോവും എന്നാണോ പറഞ്ഞേ? അല്ല. പരിശുദ്ധാത്മാവോട് ചേർന്നത് മനസ്സിലാക്കുക. അതിന് പോവുകയും എന്നാൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ നിങ്ങൾ അവിടെ ഇല്ലാതിരിക്കുകയും വിശുദ്ധ കുർബാന ലാഘവ ബുദ്ധിയോടെ അർപ്പിക്കുകയും സമയം ക്രമീകരിച്ച് കൃത്യമായിട്ട് പോകാതിരിക്കുകയും ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ കൃത്യസമയം അനുഷ്ഠിക്കുകയും ചെയ്യെങ്കിൽ there is something wrong with your spirituality, there is something wrong with your Christianity. നിങ്ങളുടെ ആരാധനയ്ക്കും ആരാധന ക്രമത്തിനും ഒക്കെ എന്തൊക്കെ ഒരു പാളിച്ച സംഭവിച്ചു. തിരുത്തണം. കാരണം തീ ചൂട് തരിക മാത്രമല്ല, പൊള്ളിക്കുകയും ചെയ്യും. വചനം കേൾക്കുന്ന ഈ മണിക്കൂറിൽ നിങ്ങളുടെ സങ്കടങ്ങളോ, നിങ്ങളുടെ വേദനകളോ, നിങ്ങളുടെ ദുഃഖങ്ങളോ, നിങ്ങളുടെ പരിവേദനകളോ, പരിവട്ടങ്ങളോ എന്ത് തന്നെ ആവട്ടെ, ഒറ്റ തീരുമാനം എടുക്ക്. ഈ തീരുമാനത്തെ കർത്താവ് അനുഗ്രഹിക്കും. ഫസ്റ്റ് പ്രയോറിറ്റി, 1ാം സ്ഥാനം നിങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കുമെന്ന് ഇന്ന് ഇവിടെ വെച്ച് നിങ്ങൾ തീരുമാനം എടുക്കും.
അച്ഛൻ ഇവിടെ നിൽക്കുന്നത് കർത്താവ് ഇറങ്ങി വന്ന ഒരു ബലിപീഠത്തിന്റെ അടുത്താണ്. ആ ബലിപീഠത്തെ കൈവച്ചോണ്ടാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തീരുമാനം എടുക്കുക. നിങ്ങളോട് പറയുന്നത് ഇപ്പൊ തീരുമാനം എടുക്ക്. ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് ഏറ്റവും മുൻഗണന കൊടുക്കും. കാരണം ഈശോ എഴുന്നള്ളി വന്ന, ഈശോ ജീവനുള്ള സാന്നിധ്യമായിട്ട് എന്റെ അടുത്ത്, എന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് വിശുദ്ധ കുർബാന. അത് കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് എന്തും എന്നൊറ്റ തീരുമാനം എടുക്കും. എടാ, മുമ്പിലുള്ള സകല വാതിലും കർത്താവ് ഇപ്പൊ തുറക്കും. പറഞ്ഞേ ഹല്ലേലൂയ.